തുളസി എവിടെ വേണമെങ്കിലും നടാം, പക്ഷേ തുളസിത്തറ എന്ന സങ്കല്പം വേണ്ടേ വേണ്ട. കാരണം ഒന്ന്, വീടിനൊരു പ്രത്യേക രാശിയിൽ മാത്രമേ തുളസിത്തറ വയ്ക്കാൻ പാടുള്ളൂ. തുളസിത്തറയ്ക്ക് കണക്ക് നിർബന്ധമാണ്. നമ്മുടെ സ്റ്റെപ്പിനേക്കാൾ ഒരു കണക്കുണ്ട്. തുളസി ആരെ ഫേസ് ചെയ്ത് നിൽക്കുന്നോ, വിളക്ക് ഏത് വശത്തേക്ക് ഫേസ് ചെയ്ത് നിൽക്കുന്നോ അവർക്കായിരിക്കും. ചോറ്റാനിക്കരമ എങ്ങനെ ഇതിങ്ങനെ അമ്മേ എന്ന് വിളിക്കാൻ, അല്ലാതെ മേൽക്കാവിലും കീഴ്ക്കാവിലും ഇരിക്കുന്ന അമ്മ ഒരിക്കലും നമ്മുടെ വീട്ടിൽ വരില്ല. ഉപാസനയ്ക്ക് ചെയ്യുന്നവർക്ക് ക്ഷേത്രങ്ങൾ വേണ്ട, രൂപത്തെ മനസ്സിൽ ധ്യാനിച്ചാണ് ഉപാസനയും പ്രാർത്ഥനയും ചെയ്യുന്നത്. മഞ്ഞ ബൾബോ ഇപ്പം സൗത്ത് വെസ്റ്റില് ഇതും ഉണ്ടെങ്കിൽ മഞ്ഞ ബൾബ് ഇടാം. അപ്പം എനർജി എപ്പോഴും ബൾബിൽ എപ്പോഴും എനർജി ഉണ്ട്. പക്ഷെ ഈ മണി പ്ലാന്റിൽ എനർജി അവിടെ ഉണ്ടാവുന്നില്ല. കാരണം ഇത് അവിടെ വെച്ചിട്ട് പിന്നെ തിരിഞ്ഞു നോക്കില്ല. കാരണം ബാത്റൂമിൽ ചെടി പരിചരിക്കുക ആരുടെ ഇതല്ലല്ലോ, അത് പിന്നെ അങ്ങോട്ട് അഴുക്കായി പോവുകയാണ്. അതുകൊണ്ടാണ് അവിടെ വയ്ക്കേണ്ട എന്ന് പറഞ്ഞത്. മാത്രവുമല്ല, തുളസി എവിടെ വേണമെങ്കിലും നടാം, പക്ഷേ തുളസിത്തറ എന്ന സങ്കല്പം വേണ്ടേ വേണ്ട. കാരണം വീടിൻ്റെ ദർശനം കിഴക്ക് വശത്തേക്കാണെങ്കിൽ മാത്രം തുളസി വയ്ക്കാം. കിഴക്ക് വശത്തേക്കാണെങ്കിൽ മാത്രം. കാരണം സൂര്യൻ ഉദിക്കുന്ന ദിക്കിൽ ഒരു അമ്മ അല്ലെങ്കിൽ ആ വീട്ടിലെ ആരാണോ എഴുന്നേറ്റ് പ്രഭാതവന്ദനത്തിന് ശേഷം തുളസിക്ക് വെള്ളമൊഴിച്ച് തുളസി തീർത്ഥമൊക്കെ വെച്ച് തുളസിക്ക് ദീപം വെച്ച് പ്രാർത്ഥിച്ചാൽ നമുക്ക് ഐശ്വര്യം വരും. സൂര്യഭഗവാനെ തൊഴുത് തുളസിക്ക് തീർത്ഥമൊക്കെ വയ്ക്കുന്നത് നല്ലതാണ്. അത് ചെയ്യുമ്പോൾ നമ്മൾ എനർജി ഇങ്ങോട്ട് വരും. നേരെ മറിച്ച് വീടിൻ്റെ പടിഞ്ഞാറ് വശത്തേക്കോ ദർശനം, അതുപോലെ തെക്ക് വശത്തേക്ക് ദർശനം, കിഴക്ക് വശത്തേക്ക് ദർശനമാണെങ്കിൽ തുളസിയൊക്കെ നട്ടോളൂ. പക്ഷെ നേരെ ഓപ്പോസിറ്റ് ഉള്ളവനായിരിക്കും ഗുണം കിട്ടുക. കാരണം തുളസി ആരെ ഫേസ് ചെയ്ത് നിൽക്കുന്നോ അവർക്കാ. അപ്പം നമ്മൾ നമ്മൾ ഇറങ്ങുന്നതും കയറുന്നതും വടക്കോട്ടാണ് ഇറങ്ങുന്നതെങ്കിൽ അവിടെ നിങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ തുളസിത്തറയൊക്കെ വെച്ച് പൂജയൊക്കെ ചെയ്ത് തുളസിയൊക്കെ പൂജിച്ചാൽ തെക്ക് വശത്ത് താമസിക്കുന്നത് സന്തോഷം. കാരണം അവർക്കാണ് ഈ എനർജി കിട്ടുക. അതുകൊണ്ട് ലോകാ സമസ്ത സുഖിനോ ഭവന്തു, എന്നെ പോലെ എൻ്റെ അയൽക്കാരന് നന്നാവട്ടെ എന്നാണെങ്കിൽ ചെയ്തോട്ടെ. പക്ഷെ നമ്മൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ ഒരു സ്ഥാനം, ഒന്ന്, വീടിനൊരു പ്രത്യേക രാശിയിൽ മാത്രമേ തുളസിത്തറ വയ്ക്കാൻ പാടുള്ളൂ. തുളസിത്തറയ്ക്ക് കണക്ക് നിർബന്ധമാണ്. നമ്മുടെ സ്റ്റെപ്പിനേക്കാൾ ഒരു കണക്കുണ്ട്. കണക്കല്ലാതെ കണക്ക് നോക്കി ചെയ്യേണ്ട കാര്യങ്ങൾ കണക്ക് നോക്കി ചെയ്തില്ലെങ്കിൽ അത് അടിതെറ്റും. അതിനാണല്ലോ വീടിന് റൂമിനുമൊക്കെ കണക്കുകൾ നിശ്ചയിച്ചിരിക്കണം. മരണച്ചുറ്റ്, മധ്യമ ചുറ്റൊക്കെ അധമത്തിലും ഉത്തമത്തിലും ഒക്കെ പറയുന്നത് കണക്കുകളുണ്ട്. അതുപോലെ തുളസിത്തറയ്ക്ക് ഏറ്റവും കണക്കുണ്ട്. ആ കണക്ക് നോക്കാതെ ഒരു തുളസിയല്ലേ, ആ തുളസി എന്തിനാ വയ്ക്കുന്നത്? ഐശ്വര്യത്തിന് വേണ്ടി ചെയ്യുന്നത് അനാവശ്യമായി തീർന്നാൽ, ഐശ്വര്യക്കേടായി തീർന്നാൽ പിന്നെ നമ്മൾ തുളസിയെ ചപിച്ചിട്ട് കാര്യമുണ്ടോ? വയ്ക്കുന്നവർക്കായിരിക്കും അതിൻ്റെ അത്. അതുകൊണ്ട് തുളസിത്തറ വേണ്ട. തുളസി എവിടെയും വളർന്നോട്ടെ, അതൊരു പ്രൊട്ടക്റ്റീവാണ്, നമുക്കൊരു എനർജി തരുന്നതാണ് തീർച്ചയായിട്ടും. അതുകൊണ്ട് തുളസിക്ക് നമുക്ക് സ്ഥാനം നിശ്ചയിക്കേണ്ടതില്ല. പക്ഷേ ദീപമൊക്കെ കത്തിച്ച് തുളസി കല്യാണമൊക്കെ നടത്തി തുളസിയെ ആചരിക്കുമ്പോൾ ദിശയിൽ തുളസി ആരെ ഫേസ് നിൽക്കുന്നോ, വിളക്ക് ഏത് വശത്തേക്ക് ഫേസ് ചെയ്ത് നിൽക്കുന്നോ അവർക്കായിരിക്കും ഐശ്വര്യം. അതൊന്ന് ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും. ഇനി തുളസിത്തറയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ വീടിന് ചുറ്റും ചെറിയ ചെറിയ ചെടികൾ നടാം. പക്ഷേ ഗ്രഹത്തിൽ, അതായത് ക്ഷേത്രത്തിലെ ചെടികളൊന്നും വീടുകളിൽ വയ്ക്കുന്നത് ഉത്തമമല്ല. കാരണം ക്ഷേത്രങ്ങളിൽ നോൺ വെജ് ഉപയോഗിക്കില്ല. നമ്മൾ മത്സ്യമാംസമൊക്കെ അറിയാതെ ഉപയോഗിച്ച് ഈ പോത്തിനൊക്കെ കഴുകിയ വെള്ളമൊക്കെ ഒഴിച്ചാൽ അത് നെഗറ്റീവ്സാണ്. കൂവളത്തിനാണെങ്കിലും ഇലഞ്ഞിക്കാണെങ്കിലും. കാരണം ഇലഞ്ഞി സർവ്വദേവതകളുടെയും ഇരിപ്പിടമാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതൊന്നും നമ്മൾ നെല്ലിയതൊക്കെ പരീക്ഷിക്കാതിരിക്കുക. ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ പറമ്പുകളിൽ വയ്ക്കാം. പറമ്പുകളിൽ വളരേണ്ടത് പറമ്പുകളിൽ വളരട്ടെ. വീടിൻ്റെ മുറ്റത്ത് ചെടികൾ വയ്ക്കുമ്പോൾ വളരെ നമുക്ക് ആ സന്തോഷം നൽകുന്ന, മറ്റുള്ളവർക്ക് ദോഷം വരാത്ത ചെടികൾ വയ്ക്കാൻ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ചെടിച്ചട്ടികളിലാണെങ്കിൽ നമുക്ക് മാറ്റി മറിച്ച് വയ്ക്കുകയും ചെയ്യാം. അതെ, ഇപ്പം സാധാരണ രീതിയിൽ വീട്ടിൽ പൂജകൾക്ക് വേണ്ടി സാധാരണ ആൾക്കാർ പല ഭാഗങ്ങളിലും ഈ പുഷ്പങ്ങൾ മേടിക്കാറുണ്ട്. ഒരുപാട് പേരുടെ വീട്ടിൽ ഫ്ലാറ്റിൽ താമസിക്കുന്നവരാണെങ്കിൽ അരളി, ചെത്തി, ഇതൊക്കെ അരളിയുടെ കാലം കഴിഞ്ഞുപോയി. കാരണം എന്താ വെച്ചാൽ അഫക്റ്റ് ആയി. അതെ, ഇപ്പൊ ചെത്തി ഒരുപാട് പേര് വെക്കുന്നുണ്ട്. ചെത്തി വീട്ടിൽ വെക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. ചെത്തി കുഴപ്പമില്ല. ഇതിലെന്താ അറിയുമോ, എല്ലാം ഇങ്ങനെ വയ്ക്കുമ്പോൾ ഇത് പരിചരിക്കപ്പെടാൻ പ്രയാസപ്പെടും.
കുറ്റിയായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ ചെടിച്ചട്ടിയിലാണ് വയ്ക്കണമെങ്കിൽ പ്രശ്നമില്ല. ചെത്തി കുറ്റിച്ചെടിയാണ്. അതിൽ നെഗറ്റീവ്സ് വരാതിരിക്കാൻ ഈ ഇലകൾ പുഴുക്കൾ വരാൻ സാധ്യത. ഈ കൊച്ചുങ്ങൾ ചെന്ന് പിടിച്ചാലോ, ചെടികൾ അത്രയും പരിപാലിക്കണം. ഒരു കുഞ്ഞിനെ പരിപാലിക്കണത് പോലെ ചെടികളെ പരിപാലിക്കണം. കാരണം ഈ ഒരുതരം കറുത്ത ജീവികൾ ഈ ഇലകളിലുണ്ടാവും. അതറിയാതെ കുട്ടി ചെന്ന് പൂവടിക്കില്ലേ? അതാണ്. പിന്നെ ചെലന്തി കൂടുകൂട്ടില്ലേ? അപ്പം ഏതിനെയും നമുക്ക് പൂക്കൾക്ക് വേണ്ടിയിട്ട് വയ്ക്കാം. ഇപ്പം അധികവും എല്ലാവരും പൂക്കൾ വെച്ച് പൂജ ചെയ്യുന്ന രീതി കുറച്ച് വരികയാണ്. കാരണം അരളി എല്ലാവർക്കും ഒരു പാഠം തന്നു. പിന്നെ നന്ദ്യാർവട്ടമാണ്. ഈ നന്ദ്യാർവട്ടത്തിൻ്റെ ചറവും ചിലർക്ക് അലർജിയായി തുടങ്ങി. നന്ദ്യാർവട്ടത്തിൻ്റെ ചറവും കുറച്ച് പേർക്കൊക്കെ അത് നമ്മളെടുക്കുമ്പോൾ കുട്ടികളെടുക്കും. ആ പാല് അവരുടെ ദേഹത്തൊക്കെ തൊടുമ്പോൾ ചെറിയ പൊള്ളൽ പോലെയൊക്കെ വരുന്നത് കൊണ്ട് എല്ലാവരും എന്ത് ചെയ്തു, പൂക്കൾക്ക് പകരം സ്പൈസസ് കൊണ്ട് അർച്ചന ചെയ്യാൻ തുടങ്ങി. ഏലക്ക കൊണ്ടും ഗ്രാമ്പു കൊണ്ടും ഒക്കെ അർച്ചനയാക്കി മാറ്റി. കാരണം അത് നഷ്ടമില്ല, പിന്നീട് അത് ഉപയോഗിക്കുകയും ചെയ്യാമല്ലോ എന്നുള്ളത് കൊണ്ട്. അപ്പോൾ പൂക്കൾ അത്യാവശ്യം വേണമെങ്കിൽ വാങ്ങിയിട്ട് നമ്മൾ സേഫായിട്ട് സൂക്ഷിച്ച് വച്ച് നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഈ പൂക്കൾ, പൂജയ്ക്കെടുത്ത പൂക്കൾ തിരിച്ച് വേസ്റ്റിലൊക്കെ കൊണ്ടിടുമ്പോൾ ഒരുപാട് മന്ത്രം ശ്രീ ലക്ഷ്മി നാരായണ അതുപോലെ സഹസ്രനാമമൊക്കെ ചൊല്ലി അർച്ചന ചെയ്ത പൂ കൊണ്ട് നേരെ വേസ്റ്റിലിടുമ്പോഴത്തെ ഒരു സങ്കടം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പം അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം അരി കൊണ്ട് ചെയ്യാം. ഇത്തിരി മഞ്ഞപ്പൊടിയും ചേർത്ത് അരി കൊണ്ട് ചെയ്യാം. അരി നമുക്ക് ഉപയോഗിക്കാം. അപ്പം അർച്ചന ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ, അലങ്കാരങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ കളഭവും കുങ്കുമവും ഒക്കെ തൊടിച്ചോട്ടെ, മഞ്ഞളൊക്കെ വെച്ചോട്ടെ, ഇത് ഏലക്കയും ഗ്രാമ്പും ഒക്കെ വെച്ചോട്ടെ. അതൊക്കെ സ്പൈസസ് അല്ലേ. ഏറ്റവും പൂജാമുറി എന്ന് പറയുന്ന കൺസെപ്റ്റ് വേണ്ട എന്നാണ് പറയുന്നത്. കാരണം പൂജാമുറിയായി കണ്ട് സംരക്ഷിക്കാൻ പറ്റുമെന്നുള്ളവർ വെച്ചോട്ടെ, നമുക്കത് വിരോധമില്ല. നിലത്ത് വച്ച് ഈ ചൂല് കൊണ്ട് അടി കൊള്ളുന്ന വിഗ്രഹങ്ങളൊക്കെ താഴെ വെച്ചിട്ട് ചൂല് കൊണ്ടൊക്കെ അടി കൊണ്ടാൽ നമുക്കത് ബുദ്ധിമുട്ടുകളാണ്. പിന്നെ പട്ട് അതുപോലെ തന്നെ ഇത് വിരിച്ചിട്ട് ഇവർ ഇരുത്തുന്ന ഇത് ഇടയ്ക്ക് വൃത്തിയാക്കണം. ഫോട്ടോകളൊക്കെ തുടച്ച് വൃത്തിയാക്കണം. അത് കഴിഞ്ഞാൽ വിഗ്രഹങ്ങൾ, ശ്രീകൃഷ്ണ വിഗ്രഹം ഒഴിച്ച് മറ്റ് വിഗ്രഹങ്ങൾ വയ്ക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ചോറ്റാനിക്കര അമ്പലത്തിൽ വന്ന് തൊഴുതു വരുന്നവർ തൊട്ടടുത്ത കടയിൽ നിന്നും ചോറ്റാനിക്കര അമ്മയുടെ ഫോട്ടോ വാങ്ങി വയ്ക്കാം. കാരണം അമ്മ, അത് നമ്മുടെ മനസ്സിൽ നമ്മുടെ അമ്മ വന്നു, അമ്മയെ ഓർക്കാനാണ്, അല്ലാതെ അമ്മയല്ല. ചോറ്റാനിക്കരമ്മ എങ്ങനെ ഇതിങ്ങനെ അമ്മേ എന്ന് വിളിക്കാൻ, അല്ലാതെ മേൽക്കാവിലും കീഴ്ക്കാവിലും ഇരിക്കുന്ന അമ്മ ഒരിക്കലും നമ്മുടെ വീട്ടിൽ വരില്ല. അത് വിശ്വസിക്കണം. കാരണം വരുമായിരിക്കാം, നമുക്ക് പലയിടത്തും ചിലപ്പോൾ വിളിച്ചപ്പോൾ അനുഭവങ്ങളുണ്ടാകും. പക്ഷേ എത്ര 12 പൂജകൾ നടക്കുന്ന ഒരു ക്ഷേത്രമാണ്. മലർ നിവേദ്യം മുതൽ എത്ര അഭിഷേകങ്ങൾ, എത്ര ദീപാരാധനകൾ, എത്ര ശീവേലികൾ നടക്കുന്ന ആ ക്ഷേത്രത്തിലെ ദേവിയെ നമ്മുടെ ഒരു പൂജാമുറിയിൽ ആ അമ്മയായി സങ്കല്പിച്ച് വെച്ച് ഒരു നേരമെങ്കിലും നിവേദ്യം കൊടുക്കാൻ നമുക്ക് സാധിക്കുമോ? വേണ്ട രീതിയിൽ അമ്മയെ ഉപചരിക്കാൻ പറ്റുമോ? ദേശദേവതയാണ് അവരൊക്കെ. ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം മേടിച്ച് വയ്ക്കുന്നത് കണ്ണനെ മകനായും എല്ലാവരുമായിട്ട് നമുക്ക് ഓമനിക്കാൻ, വിഷുവിന് കണി കാണാൻ, ഒരു വർഷത്തേക്ക് ആ ഫലം കിട്ടാൻ നമുക്ക് കൃഷ്ണവിഗ്രഹം വയ്ക്കാം. പക്ഷേ മറ്റുള്ളവരെ നമുക്ക് അങ്ങനെ കൊണ്ട് വിഗ്രഹമാക്കി വെച്ചാൽ ഈ വിഗ്രഹത്തിൽ നമുക്ക് ചുറ്റും നെഗറ്റീവ്സ് ധാരാളമുണ്ട്. എത്ര പോസിറ്റീവ് എനർജി കുറവും നെഗറ്റീവ് എനർജി കൂടുതലുമാണ് നമുക്ക് ചുറ്റും. ആ നെഗറ്റീവ് എനർജിക്ക് ഒരു ഇരിപ്പിടം കിട്ടിയാൽ അവർ ചോറ്റാനിക്കരമ്മയുടെ വിഗ്രഹത്തിലും കയറും. കാരണം അത് ചോറ്റാനിക്കരമ്മയുടെ രൂപമേ ഉള്ളൂ, അതിൽ അമ്മയില്ല. അകത്ത് തന്ത്രിയെ കൊണ്ട് പൂജിച്ചാണോ നമ്മൾ മേടിക്കുന്നത്? ആ പൂജിച്ചൊരു വിഗ്രഹം നമുക്ക് കൊണ്ടുവരാൻ പറ്റുമോ? അതിൻ്റെ പവർ താങ്ങാൻ നമുക്ക് സാധിക്കുമോ? ശരിയാ. ഒരു ഏലസ് ഒന്ന് പൂജിച്ച ഒരു ഏലസിൻ്റെ എനർജി നമുക്ക് താങ്ങാൻ, അത് ഒരാളുടെ പേരിലുള്ളത് അവർക്കല്ലേ അത് പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് വിഗ്രഹ ആരാധന ഒഴിവാക്കുക. എത്ര നല്ല ക്ഷേത്രങ്ങളുണ്ട്, മുഴത്തിന് ക്ഷേത്രങ്ങളുണ്ട്. എത്ര നേരം പോയിരുന്നാലും പ്രാർത്ഥിക്കാൻ പറ്റുന്ന, നമുക്ക് അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഏത് തരത്തിലുള്ള അർച്ചനയും ചെയ്ത് വിശാലമായി തൊഴുതു പോരാൻ ക്ഷേത്രങ്ങളുണ്ട്. ആ ക്ഷേത്രങ്ങൾ ഇല്ലാതിരുന്ന കാലത്തായിരുന്നു കിട്ടുന്നതൊക്കെ കൊണ്ടുവന്ന് വെച്ച് നമ്മൾ ചെയ്തിരുന്നത്. ഇപ്പോൾ ഏത് ഐറ്റം ഉണ്ടല്ലോ, 33 കോടി ദേവതകളുടെയും ക്ഷേത്രങ്ങളുണ്ട്. പലരും പറയുന്നുണ്ട്, അതായത് ഉപാസനയ്ക്ക് ചെയ്യുന്നവർക്ക് ക്ഷേത്രങ്ങൾ വേണ്ട, രൂപത്തെ മനസ്സിൽ ധ്യാനിച്ചാണ് ഉപാസനയും പ്രാർത്ഥനയും ചെയ്യുന്നത്. എല്ലാവരുടെയും മനസ്സിൽ ഓം നമഃശിവായ 108 പ്രാവശ്യം ജപിക്കാനുള്ള ഒരു മനസാന്നിധ്യമുണ്ടെങ്കിൽ
വീണ്ടും ഞാൻ അതിലേക്ക് വരികയാണ്. കാരണം ഓം നമ ശിവായ ജപിക്കുമ്പോൾ ശിവഭഗവാനല്ല വരുന്നത്, അദ്ദേഹത്തിൻ്റെ ഭൂതഗണങ്ങളും കൂടെ ഓടി ഇങ്ങോട്ട് വരികയാണ്. എന്നിട്ട് നെഗറ്റീവ്സിനെ അപ്പം തന്നെ, കാരണം ശിവായ ഓം നമ ശിവായ എന്ന് പറയുമ്പോൾ എൻ്റെ സ്വാമിയുടെ പേര് ആരാ വിളിച്ചത്, അവർക്ക് എന്തോ പ്രശ്നമുണ്ട്, ഒട്ടനെ കവചമായി അവർ വരികയാണ്. ഗുരുവായൂരപ്പ എന്ന് വിളിക്കുമ്പോൾ ഗുരുവായൂരപ്പനല്ല വരുന്നത്, അവരുടെ ക്ഷേത്രപാലകന്മാരുണ്ട്, അവരാണ് നമുക്ക് കവചം തരുന്നത്. അപ്പം നമ്മൾ ദേവതകളെ വിളിക്കാൻ, നമുക്ക് അവിടെ പോയി പ്രാർത്ഥിക്കാൻ ദേവാലയങ്ങളുണ്ട്, അവിടെ പരിഹാരം ചെയ്യാനും പ്രാർത്ഥിക്കാനും വഴിപാടുകൾ ചെയ്യാനും എല്ലാം സൗകര്യമുള്ളപ്പോൾ വീടുകൾ ഒരു എനർജിയെ, സൂര്യഭഗവാന്റെ എനർജിയെ വൈകുന്നേരം രാവിലെ പുലർച്ചെ എന്തിനാണ് വിളക്ക് കത്തിക്കുന്നത്? ഭഗവാനെ ദാ ഈ ഐശ്വര്യം, അവിടുത്തെ കിരണങ്ങളെ ഞങ്ങൾ ഏറ്റുവാങ്ങുകയാണ്, ഊർജം ഈ കുടുംബത്തിലെല്ലാവർക്കും ഇന്ന് അവിടുത്തെ അനുഗ്രഹം ഉണ്ടാവണേ. ആദിത്യ ഹൃദയ മന്ത്രം തന്നെ പറഞ്ഞെന്താ, എല്ലാ ശത്രുദോഷങ്ങളും തീർക്കാനായിട്ടിതാ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടത്ര ഊർജം നൽകണേ. വൈകുന്നേരം വരെ അവിടുത്തെ പ്രഭയാണ്, ഒരു വിളക്കും വേണ്ട, ആ പ്രഭ നിലനിർത്തി തരണേ. പോകുമ്പോൾ ദാ ഇന്ന് വൈകുന്നേരം വരെ എല്ലാ സൗഭാഗ്യങ്ങളും തന്നതിന്, എല്ലാവർക്കും പ്രവർത്തിക്കാൻ അറിവ് തന്നതിന്, അതിനു വേണ്ട ഊർജം നൽകിയതിന് നന്ദി പറഞ്ഞുകൊണ്ട് ദുർഗാദേവി, അതായത് ചന്ദ്രമായി എതിരേക്കാണ്. വൈകുന്നേരം പടിഞ്ഞാട്ടാണ് നമ്മൾ തിരി കത്തിക്കുന്നത്. രാവിലെ സൂര്യഭഗവാനെ നോക്കി തിരി കത്തിക്കുമ്പോൾ വൈകുന്നേരം നമ്മളെ വിളക്ക് കത്തിക്കുന്നവർ പടിഞ്ഞാട്ട് തിരിയാണ് ആദ്യം കത്തിക്കുന്നത്. കാരണം സൂര്യൻ പടിഞ്ഞാട്ട് പോയി ഭഗവാൻ അവൻ മറയുമ്പോൾ അവിടെ ആര് വന്നു? ചന്ദ്രമ വന്നു, അമ്മയെ എതിരേറ്റു. കാരണം ശാന്തതയാ, സൂര്യൻ ചൂടും അമ്മ തണുപ്പും. അതാണ്, അത് മതി. വീടുകളിൽ കത്തിക്കുന്ന വിളക്ക്, പ്രാർത്ഥിക്കാനുള്ള ഒരു ജപമാല 50 രൂപ കൊടുത്താൽ കിട്ടും. തെറ്റാതിരിക്കാൻ ദാ ഈ കൈ, മോതിര വിരൽ എന്ന് പറയുന്ന ഈ 2 ഭാഗത്തെ കൈലാസമായി കാണുക. എന്നിട്ട് ദാ ഈ വിരൽ കൊണ്ട് ദാ നമ്മൾ ഈ ചൂണ്ടുവിരലിൻ്റെ, അതായത് മധ്യവിരലിൻ്റെ നടുവിൽ തൊടുക. ഓം നമ ശിവായ, 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 ഓം നമ ശിവായ. കൈലാസത്തെ ഒരു ചുറ്റിയപ്പോൾ 10 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞു. വീണ്ടും വലത്തേക്ക് എടുത്തു. ദാ ഇത് മോതിരവിരല് കൈലാസമായി. ദാ ഓം നമ ശിവായ, 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 ഓം നമ ശിവായ. 20 പ്രാവശ്യം. ജപമാല ഇല്ലെങ്കിലും ചെല്ലാം. കാൽമുട്ടിനെ ദേ ഇങ്ങനെ ഒന്ന് തഴുകി തലോടി വരുന്ന സമയമാണത്രേ ഓം നമ ശിവായ എന്ന് പറയുന്നത്. അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഓടരുത്. ഏതെങ്കിലും ഒരു ശിവക്ഷേത്രത്തിൽ, ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ഇരുന്നു കൊണ്ട് ഓം നമ ശിവായ തുടങ്ങിയാൽ, അക്ഷരലക്ഷം നമശിവായ ജപിച്ചു കഴിഞ്ഞാൽ പിന്നെ മോക്ഷമാണ്. നമ്മളെല്ലാം മോക്ഷത്തിന് വേണ്ടിയിട്ടാണ് ജനിച്ചത്. നന്മകൾ ചെയ്ത് നമ്മുടെ പൂർവികരുടെ സ്വത്തുക്കളെല്ലാം അതിൽ ഇത്തിരി കൂടി ചേർത്ത് അടുത്ത തലമുറയ്ക്ക് കൈമാറി നന്മകൾ ചെയ്ത് മോക്ഷം പോകണം. അപ്പോഴാണ് നമ്മുടെ ജന്മത്തിന് ലക്ഷ്യമുണ്ടാവുള്ളൂ. അപ്പോൾ അതിന് ബേസിക്കായിട്ട് ഓം നമ ശിവായ ഈ ഒരു ചുറ്റിങ്ങനെ ചുറ്റി വരുമ്പോൾ ഓം നമ ശിവായ. ഇതാണ് കുട്ടികളെ പഠിപ്പിക്കാനാണ്. ഈ കൈലാസമൊക്കെ കുട്ടികൾക്ക് മനസ്സിലാക്കാനതാ ഈ മോതിരവിരലിൻ്റെ 2 അറ്റം ഇത്, ഈ 3 ഖണ്ഡങ്ങൾ വീതാണല്ലോ. ഈ ചൂണ്ടുവിരൽ കൊണ്ട്, ഈ തള്ളവിരൽ കൊണ്ടാണ് നമ്മൾ തൊടുന്നത്. ഇതാണ്ടോ ഓം നമ ശിവായ, ഓം നമ ശിവായ. ജപമാല ഒന്നും വേണ്ട മനസ്സിലാക്കാൻ. ഇതാണ്ടോ ഇപ്പം 2 ഇവിടെ തൊട്ടു. 3, 4, 5, 6, 7, 8, 9, 10 ഈ തള്ളവിരൽ കൊണ്ട് തൊടുകയാണ്. മനസ്സിലായോ? അപ്പൊ കൈലാസത്തെ ചുറ്റി, കൈലാസാര ശിവ കുടുംബം. അപ്പം വീടില്ലാത്തവർക്കുള്ള, ഭഗവാൻ വീടുണ്ടോ? എല്ലാം ഭഗവാൻ. അപ്പം നമ്മുടെ മനസ്സ് കൈലാസമാക്കുക. ഭഗവാൻ നമ്മുടെ ഉള്ളിലുണ്ട്. അത് ഭഗവാൻ, ഇനി ശിവഭഗവാൻ തന്നെ വേണമെന്നില്ല. ശിവഭഗവാനെ ഏറ്റവും കൂടുതൽ വിളിക്കുന്നത് വിഷ്ണു ഭഗവാനാണ്. അപ്പം വിഷ്ണു ഭഗവാൻ ഇപ്പോൾ ഓം നമോ നാരായണ ആയാലും അത് മതി. അപ്പം എണ്ണത്തിനാണിത്. അപ്പം നമ്മൾക്ക് തീർച്ചയായിട്ടും പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ പ്രാർത്ഥിക്കാനൊരു ശീലം നമ്മൾക്കുണ്ടാവാം. 108 നമശിവായ, അല്ലെങ്കിൽ ഓം നമോ നാരായണ എന്ന അഷ്ടാക്ഷരിയോ, ഓം നമോ ഭഗവതേ വാസുദേവായ എന്നോ. പിന്നെ ഇവർ 2 പേരും അധിക സമയവും വിശ്രമിക്കുന്നവരാണ്. ശിവഭഗവാന്റെ കാര്യം അറിയാമല്ലോ, എപ്പോഴും ധ്യാനത്തിലാണ്. പക്ഷേ എപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെ അമ്മയുണ്ട്.
പാർവതി. അപ്പോൾ അമ്മയെ വിളിച്ചാൽ ശിവഭഗവാനെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കോളൂ, ഏത് ശിവക്ഷേത്രത്തിൻ്റെയും മുമ്പിൽ വലിയ കെട്ടിടങ്ങളൊന്നും ഉണ്ടാവില്ല. ഒന്ന് പുറകോട്ടൊന്ന് നോക്കിയാലോ, അമ്മയുടെ ദൃഷ്ടി പതിക്കുന്നിടത്തെല്ലാം കാശി വിശ്വനാഥൻ്റെ ക്ഷേത്രത്തിൻ്റെ പരമൻ അന്നപൂർണേശ്വരി അപ്പത്തുള്ളത് കൊണ്ടാ. അതെ. അതുപോലെ വിഷ്ണു ഭഗവാൻ അങ്ങനെയല്ല, വിഷ്ണു ഭഗവാന്റെ വക്ഷസില അമ്മ. അപ്പോൾ അമ്മ ഭഗവാൻ എവിടെ ഉണ്ടെങ്കിലും ഭഗവാന്റെ എല്ലാ ഭാഗവും നിറവാ. പക്ഷെ അവിടെയും പെട്ടെന്ന് വരുന്നതാരാ? വിഷ്ണു ഭഗവാൻ അല്ല, അമ്മയാണ്. അപ്പോൾ നമ്മൾക്ക് ശൈവം വൈഷ്ണവം ശാക്തേയമായിട്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് 33 കോടി ദേവതകൾ തന്നത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടമുള്ളതെന്ന് വിളിക്കുക. മുരുക എന്ന വാക്കിന് മുകുന്ദനും രുദ്രനും കന്മജനുമാണ്. അപ്പോൾ ആരെയും നമുക്ക് വിളിക്കാം. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് പ്രത്യേക സമയം കണ്ടെത്താൻ പറ്റുമെങ്കിൽ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് ഒന്ന് കൂടി ചേർന്ന് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങിയ അതായി. എന്തായാലും സന്തോഷം ടീച്ചറെ. എല്ലാം അതായത് നമ്മൾ ഊർജത്തിൽ തുടങ്ങി സാധനയിലേക്ക് എത്തി. ചന്ദ്രമാനവും സൂര്യമാനവും നോക്കി നിൽക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് ആ ഒരു ഡിഫറൻസ് ഇല്ലാതെ ടീച്ചറുടെ ഒരുപാട് വാക്കുകൾ എവിടെയൊക്കെയാണോ തിരുത്തേണ്ടതും എവിടെയൊക്കെയാണോ മുന്നോട്ട് എന്താ പറയുക ഫോളോ ചെയ്ത് പോവേണ്ടതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ടീച്ചർ പറഞ്ഞു തന്നു. സന്തോഷം, നന്ദി, നമസ്കാരം. ഇങ്ങനെ ഒരു അവസരം തന്നതിന് ബാക്ക് മീഡിയയ്ക്ക് എൻ്റെ എല്ലാവിധ നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഇത് കേൾക്കുന്നവർ ഇത് പറ്റുന്നത്രയുമൊക്കെ സ്വീകരിക്കൂ. ഞങ്ങളൊക്കെ പ്രായമെത്തിയവരാണ്. ഞങ്ങളുടെ വാക്കുകളിലൊക്കെ കുറച്ചൊക്കെ അനുഭവത്തിൻ്റെതായ ഒരു സത്യമുണ്ട്. അപ്പം അതുകൊണ്ടത് പങ്കുവയ്ക്കുന്നു. സ്വീകരിക്കൂ. നന്ദി, നമസ്കാരം.